സ്ഥൂലസൂക്ഷ്മമഹാരൗദ്രേ മഹാശക്തി മഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. ഗൃഹസ്ഥാശ്രമധർമ്മത്തെപ്പറ്റി ചോദിച്ചപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനും ഭൂമിദേവിയും തമ്മിലുള്ള സംവാദത്തെയാണ് ഗാംഗേയൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തത്. ഞാനും എന്നെപ്പോലെയുള്ളവരും ആചരിക്കേണ്ട ഗൃഹസ്ഥധർമ്മം എന്താണ് എന്ന് ഭഗവാൻ വാസുദേവൻ ഭൂമിദേവിയോട് ചോദിച്ചപ്പോൾ ഋഷികൾ, പിതൃക്കൾ, ദേവന്മാർ, മനുഷ്യര്, ഭൂതങ്ങൾ ഇവയെ നിത്യം യജിക്കുന്നതാണ് മുഖ്യമായ ഗൃഹസ്ഥധർമ്മം എന്ന് ഭൂമിദേവി പറഞ്ഞു കൊടുത്തു. ദാനങ്ങളുടെ മാഹാത്മ്യങ്ങൾ, ബ്രഹ്മസ്വ അപഹരണ ദോഷങ്ങൾ, സദാചാരം, ഉപാസനകളുടെ വിധി, ഇങ്ങനെയുള്ളതും ഒക്കെ പറഞ്ഞു കൊടുക്കുകയുണ്ടായി. യജ്ഞങ്ങൾ ധനികർക്ക് മാത്രമേ ആചരിക്കാൻ കഴിയൂ. എന്നാൽ ഉപവാസത്തെ ദരിദ്രർക്ക് ആചരിക്കാൻ വളരെ എളുപ്പമാണ്. ഉപവാസം കൊണ്ട് അശ്വമേധം, രാജസൂയം ഈ യജ്ഞങ്ങളുടെയൊക്കെ ഫലം കിട്ടും. ഓരോ തിഥികളിലും മാസങ്ങളിലും ഉപവസിക്കുന്നവർക്ക് കിട്ടുന്ന പുണ്യഫലങ്ങളെ പറ്റിയും പറഞ്ഞു കൊടുക്കുകയുണ്ടായി. എല്ലാ ഉപാസനകളെക്കാളും ശ്രേഷ്ഠമായ അനുഷ്ഠാനം എന്താണെന്ന് കൗന്ദേയൻ ചോദിച്ചപ്പോൾ പിതാമഹൻ പറഞ്ഞു, വിഷ്ണു ഭഗവാനെ 12 നാമങ്ങൾ കൊണ്ട് ആരാധിക്കുന്നതാണ് സർവശ്രേഷ്ഠമായ അനുഷ്ഠാനം. അങ്ങനെ ആരാധിച്ചാൽ കൃതകൃത്യനായി തീരും. മാർഗശീർഷ മാസത്തിലെ 12 ദിവസം പകല് കേശവനെ പൂജിച്ചാൽ സകല പാപങ്ങളും നശിച്ച് അശ്വമേധയാഗത്തിൻ്റെ പുണ്യഫലം കിട്ടും. പൗഷ്യമാസ 12 നാരായണനെ പൂജിച്ചാൽ വാജപേയയാഗം ചെയ്തതിൻ്റെ ഫലം കിട്ടും. അതോടെ ഉത്കൃഷ്ട സിദ്ധിയെ പ്രാപിക്കുകയും ചെയ്യും. മാഘമാസ 12 ദിവസം രാവും പകലും മാധവനെ പൂജിക്കുന്നവർ രാജസൂയ ഫലത്തെ നേടുന്നു മാത്രമല്ല തൻ്റെ കുലത്തെ പോലും ഉദ്ധരിക്കും. ഫൽഗുന മാസത്തിലെ 12 ദിവസം ഗോവിന്ദനെ പൂജിക്കുന്നവന് ആദിരാത്രം എന്ന യജ്ഞഫലം കിട്ടും. മരണാനന്തരം അദ്ദേഹം ചന്ദ്രലോകത്ത് എത്തി സുഖിക്കും. ചൈത്രമാസത്തിലെ 12 ദിവസം മധുസൂദനനെ പൂജിക്കുകയാണെങ്കിൽ അഗ്നിഷ്ടോപം എന്ന യജ്ഞത്തിൻ്റെ ഫലം കിട്ടും. അദ്ദേഹവും ചന്ദ്രലോകത്ത് എത്തി സുഖിച്ചു വാഴും. ജ്യേഷ്ഠമാസത്തിലെ 12 ദിനനാൾ ത്രിവിക്രമനെ രാവും പകലും പൂജിക്കുന്നവർക്ക് സ്വർഗത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ കഴിയും. ആഷാഢമാസ 12 വാമനനെ പൂജിക്കുകയാണെങ്കിൽ സ്വർഗത്തിൽ അപ്സര സ്ത്രീകളുമായിട്ട് സുഖിച്ചു വാഴാം. ശ്രാവണ മാസത്തിലെ 12 ദിവസം ഋഷികേശനെ പൂജിക്കുന്നവൻ ശുദ്ധ അന്ധകരണനായിത്തീരും. അദ്ദേഹത്തിന് സൗത്രാമണി എന്ന യാഗത്തിൻ്റെ ഫലം കിട്ടും. അശ്വനത്തിലെ 12 നാൾ പത്മനാഭനെ പൂജിക്കുന്നവന് 1000 പശുദാനം ചെയ്ത ഫലം കിട്ടും. കാർത്തിക മാസത്തിലെ 12 ദിവസം ദാമോദരനെ പൂജിച്ചാൽ എല്ലാ യജ്ഞങ്ങളുടെയും ഫലം കിട്ടും. ഇങ്ങനെ 12 മാസങ്ങളിൽ 12 നാമങ്ങളോട് കൂടിയ വിഷ്ണു ഭഗവാനെ ആരാധിച്ചാൽ മുജ്ജന്മസ്മരണ ഉണ്ടായിത്തീരും. മാത്രമോ വലിയ ധനികനും ആയിത്തീരും. ഇതിനേക്കാൾ വലിയ ഉപവാസമോ യജ്ഞമോ ഇല്ല യുധിഷ്ഠിര എന്ന് ഭീഷ്മപിതാമഹൻ പറഞ്ഞു കൊടുത്തു. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ അനുഗ്രഹ ആശിസ്സുകളും എപ്പോഴും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.